നമുക്ക് ഇന്നൊരു കാര്യം നോക്കണ്ടേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി കേട്ടിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെ ബിസിനസ് തുടങ്ങും. എങ്ങനെ ഇപ്പം ഞാൻ വീട്ടിലിരിക്കുവാണ്, ഞാൻ ഒരു ഗേളാണ്, എങ്ങനെ എനിക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും എന്നുള്ളത്, അതിനുള്ള സൊല്യൂഷൻ വേണ്ടേ. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കും എന്ത് ഞാൻ തുടങ്ങും ഇല്ലേ. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, ആ ഇഷ്ടം മറ്റുള്ളവർ ചില പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആണെങ്കിൽ, ഇപ്പോൾ ചിലവർ ഇപ്പോൾ ഹൗസ് വൈഫും ഒക്കെ ആണെങ്കിൽ അവർക്ക് നല്ലോണം ചിലപ്പോൾ കുക്ക് ചെയ്യാൻ അറിയായിരിക്കും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ ജോലിക്ക് പോകുന്നു, അവർക്ക് ഫുഡ് ഉണ്ടാക്കാറില്ല. പിന്നെ അതിൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, മീൻസ് കോളേജിൽ പഠിക്കുന്ന പിള്ളേർ, ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ടിഫിൻ അതല്ലെങ്കിൽ 3 ടൈംസ് ആ ഡേ ഫുഡ്. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക, വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ചെറിയ ചെറിയ രീതിക്കായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വലിയ വലിയ ഇതിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ IT റിലേറ്റഡ് ആയിട്ട്, ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള, നോളജ് ഉള്ള ആളുകൾക്ക് അവർക്ക് എന്തുകൊണ്ട് അത് അവരുടെ പ്രോഡക്റ്റായിട്ട് സെല്ല് ചെയ്തുകൂടാ. അങ്ങനെ നമ്മുടെ ആവശ്യം എന്താണോ, നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നമുക്ക് കഴിവെന്താണോ, ആ കഴിവ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആവുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബിസിനസ് നല്ലൊരു രീതിക്ക് പ്രോഫിറ്റ് കൊണ്ടുപോകാൻ വരാൻ പറ്റും ഇല്ലേ. പിന്നെ ആഗ്രഹം മാത്രം പോരാ, ഐഡിയ മാത്രം പോരാ, അതിന് പുറകിൽ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡെയിലി ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് റിസർച്ച്, പോട്ടെ 3 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് റിസർച്ച് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിക്ക് അതിന് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു എന്താ പറയുക നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റും, മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്തു, ഞാനിപ്പോൾ ഇന്നൊരു സംഭവമാണ് തുടങ്ങാൻ പോകുന്നത്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുവാണ്. ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഷോപ്പായിരിക്കാം, എന്താണേലും നിങ്ങൾ തുടങ്ങുകയാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ട് മാത്രം കാര്യമില്ല, ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. എന്തൊക്കെയാണ് നിങ്ങളതിൽ ചെയ്യാൻ പോകുന്നത്. പ്രോഡക്റ്റ്സ് ആണെങ്കിൽ എന്തൊക്കെയാണ് പ്രോഡക്റ്റ്സ് നിങ്ങൾ സെല്ല് ചെയ്യാൻ പോകുന്നത്. അതല്ല എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഏതെങ്കിലും ആണെങ്കിൽ, എട്ടെക് ആണെങ്കിൽ ഏത് ഇതാണ് നിങ്ങൾ, ഏത് കോഴ്സാണ് നിങ്ങൾ സെല്ല് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ കോഴ്സുകളാണ്, ആ കോഴ്സ് പഠിപ്പിക്കാൻ ഏത് ക്വാളിഫിക്കേഷനുള്ള ആളുകൾ വേണം, എത്ര പേര് വേണം. അത് ഇപ്പോൾ കോൾസ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ സ്റ്റുഡൻസ് എൻക്വയറീസ് വരണമെങ്കിൽ എന്ത് ചെയ്യണം, മാർക്കറ്റിംഗ് ചെയ്യണം. അപ്പോൾ മാർക്കറ്റിങ്ങിന് ആരൊക്കെ വേണം, എത്ര പേര് വേണം, അത് ലീഡ്സ് വന്നു തുടങ്ങിയാൽ കൺവേർട്ട് ചെയ്യാൻ കൗൺസിലേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. അങ്ങനെ അത് എന്താ പറയുക, ഇപ്പോൾ കൺസൾട്ടൻസി തുടങ്ങുമ്പോഴത്തേക്കും അതല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ട എപ്പോഴും ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുക. അതായത് ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സ്പേസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ അതല്ല, ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് വേണം. അപ്പോൾ ഫസ്റ്റ് സ്പേസ് ഫൈൻഡ് ചെയ്യുക. അതിപ്പോൾ എവിടെയാണെങ്കിലും, എന്തൊരു പ്രോഗ്രാമിനാണെങ്കിലും, അതല്ല എന്തൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനാണെങ്കിലും സ്പേസ് വേണമെങ്കിൽ സ്പേസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെന്തൊക്കെ നീഡ്സ്, റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തു, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷനാണ്. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ ലൈസൻസ് എടുക്കുക, കറസ്പോണ്ടിങ് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ ഒക്കെ അതിൻ്റെ ലൈസൻസ് എടുക്കുക. അതല്ല നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ഫിനാൻഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യാൻ വയ്യ, അതല്ല ക്യാഷ് കയ്യിൽ കുറവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് ഉദ്യം രജിസ്ട്രേഷൻ, MSME രജിസ്ട്രേഷനാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ MSME രജിസ്ട്രേഷൻ ചെയ്യുക. അതാകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ്സ്, ഗവൺമെൻറ്റിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബെനിഫിറ്റ്സ് ഒക്കെ അവൈലബിൾ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഉദ്യം രജിസ്ട്രേഷൻ നമുക്ക് എല്ലായിടത്തും വാലിഡ് ആണ്. അപ്പോൾ അത് ചെയ്താൽ മതിയെന്നാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്കുള്ള അഭിപ്രായം. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊരു പേര് കണ്ടുപിടിക്കണം നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്. ആ ഒരു പേര് ഡിസൈഡ് ചെയ്യുക. അത് നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണോ സെല്ല് ചെയ്യുന്നത് അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല എന്നാൽ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക്, ഒന്ന് ആ പേര് കേൾക്കുമ്പോൾ ഒന്ന് സ്റ്റക്കായി അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന രീതിക്ക് ഉള്ളൊരു പേര് ചൂസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നേരെ പ്രൊസീജിയേഴ്സിലേക്കാണ് നിങ്ങൾ കിടക്കുന്നത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ സ്പേസ്
പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങളതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇനി അതല്ല നിങ്ങളിപ്പോൾ റെനോവേഷനും കാര്യങ്ങളും ഇൻറ്റീരിയറും ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ചെയ്താലും മതി, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ മാക്സിമം നിങ്ങളും കൂടി നിങ്ങളുടെ മാൻ പവർ, നിങ്ങളുടെ എഫേർട്ട് ഇടാൻ ശ്രമിക്കുക. അതാകുമ്പോഴത്തേക്കും ഒരാളുടെ എന്താ പറയുക, കൂലി കുറവ് കൊടുത്താൽ മതി നമുക്ക്. ഓക്കെ, മാക്സിമം നമ്മുടെ എന്താ പറയുക, ഒരു ഔട്ട്പുട്ട് കൂടി അതിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യമാണ് GST രജിസ്ട്രേഷൻ. അത് ഇപ്പോൾ 20 ലക്ഷം ഒക്കെ ഒന്ന് പറഞ്ഞ ക്രൈറ്റീരിയ ഉണ്ട്. GST രജിസ്ട്രേഷൻ ചെയ്യേണ്ട നിർബന്ധം ഇല്ലാത്ത ഒത്തിരി ബിസിനസ്സുകൾ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിൻ്റെ വീഡിയോസ് ഞാൻ വീഡിയോ വേറെ ഒരെണ്ണം ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ആ ഒരു GST രജിസ്ട്രേഷൻ ചെയ്ത് വെക്കുക. എപ്പോഴും ഒരു ബിസിനസ്സിന് നല്ലതാണത്. കറണ്ട് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് ഒരു GST രജിസ്ട്രേഷൻ ചെയ്ത് വെക്കുക. സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയാൽ മതിയെങ്കിൽ അങ്ങനെ തുടങ്ങിയാൽ മതി. കറണ്ട് അക്കൗണ്ടിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ഒത്തിരി ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് കറണ്ട് അക്കൗണ്ട് എടുക്കുക, GST രജിസ്ട്രേഷൻ ചെയ്യുക. GST രജിസ്ട്രേഷൻ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക്ഡ് ആയിരിക്കണം. അത് പ്രൊപ്പറേറ്റർഷിപ്പിനാണെങ്കിൽ. അതല്ല പാർട്ട്ണർഷിപ്പ് ഫേമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പാൻ കാർഡ് നിങ്ങൾ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് GST രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല, നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിഷ്യലാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു സർവീസ് സെക്ടറാണല്ല, ഒരു സർവീസ് സെക്ടറാണ് നിങ്ങൾ സർവീസ് സെക്ടറിലുള്ളൊരു ബിസിനസ്സാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, സർവീസ് പ്രൊവൈഡറായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പിടിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ബില്ല്, ഇൻവോയ്സ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാനും GST ഉള്ളത് നല്ലതാണ്. അത് മിക്ക കമ്പനികളും GST ചോദിക്കും. അപ്പോൾ ആ സമയത്ത് ഓടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം. പിന്നെ അടുത്തത് വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ നാളൊരിക്കൽ ബിസിനസ് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ലോൺ എടുക്കണം എന്ന് വയ്ക്കുക. അതല്ല ഇപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ലോൺ എടുക്കണം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ 3 വർഷത്തെ GST റിട്ടേൺ ഫയൽ ചെയ്തത് മാത്രം മതിയാവും നിങ്ങൾക്ക് ലോൺ കിട്ടാൻ. അല്ലാതെ ബാക്കിയുള്ള പ്രൂഫ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേറെ വേണം, പക്ഷേ ഇൻകം പ്രൂഫായിട്ട് നിങ്ങൾക്ക് അത് മതിയാകും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ പ്രോപ്പർ വേയിൽ, ഇതിനൊന്നും ഒത്തിരി കാശ് ചിലവുള്ള കാര്യങ്ങളല്ല. നിങ്ങളിപ്പോൾ ഒരു ഷോപ്പാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും അതിന് ചിലവാകുന്നതിൻ്റെ 4% പോലും ഇതിന് ചിലവാകുന്നില്ല. ഓക്കെ, സർവീസ് സെക്ടർ ആണെങ്കിൽ പ്രത്യേകിച്ച് മുതൽ മുടക്കൊന്നും ആവശ്യമില്ല. എംപ്ലോയീസ്, വർക്കേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. ആ ഒരു ഇതാണ് നമുക്ക് വേണ്ടി വരുന്നത്. പിന്നെ അതിലേതെങ്കിലും ഫ്രാഞ്ചൈസി ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അത്രയാണ് നമുക്ക് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓഫ്ലൈൻ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം, അതല്ല ഓൺലൈൻ ബിസിനസ്സാണ്, അതല്ല നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെ വെച്ചാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ ലൊക്കേഷൻ ഇല്ലല്ലോ, വിർച്വൽ അല്ലേ. അപ്പോൾ അതാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ഗൂഗിൾ മൈ ബിസിനസ്സിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ രജിസ്റ്റർ ചെയ്തിടുക. അപ്പോൾ നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ AC സർവീസ് നിയർ മീ എന്നടിച്ച് നോക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ AC സർവീസ് അവൈലബിൾ ഇൻ എറണാകുളം, അതല്ലെങ്കിൽ ഫ്രിഡ്ജ് സർവീസ് അവൈലബിൾ ഇൻ എറണാകുളം, ഇനി എല്ലാം പോട്ടെ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ എറണാകുളം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടിച്ച് കൊടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരാറുണ്ട്. ഒരു അക്കാഡമിയുടെ പേര് വെച്ചിട്ട് സ്ഥലം, അവരുടെ റേറ്റിംഗ്, കാര്യങ്ങൾ ഇതെല്ലാം. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നാളെ എല്ലാവരും നോക്കുന്നത് നേരെ ക്രോമിൽ ചെന്ന് സെർച്ച് ചെയ്താൽ നോക്കുന്നത്, ഫോൺ എടുത്തിട്ടാണ് നോക്കുന്നത് എവിടെയാണുള്ളത് എന്നുള്ളത്. അപ്പോൾ നാളെ നിങ്ങൾക്ക് ഒത്തിരി ഓർഡേഴ്സ് അതുവഴി വരാൻ ഹെൽപ്ഫുള്ളാണ്, മനസ്സിലായോ? അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു രജിസ്ട്രേഷനും കൂടി ചെയ്തിടുക, അങ്ങനെ ഒരു മീൻസ് മൈ ബിസിനസ് പ്രൊഫൈലും കൂടി ക്രിയേറ്റ് ചെയ്തിടുക. അതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ മാക്സിമം റിവ്യൂസ്, നിങ്ങൾക്ക് അറിയാവുന്നവരെ കൊണ്ടൊക്കെ റിവ്യൂസ് ആഡ് ചെയ്യാനും സ്റ്റാർ റേറ്റിംഗ് ഇടാനൊക്കെ ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിങ് ഇടുന്നത് നിങ്ങളുടെ ക്ലയൻസ് ആണെങ്കിലും അവരൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ മേളിൽ കയറി വരും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രോപ്പർ വേയിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏതൊരു ലെവലിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ അതിനേക്കാൾ മേളിൽ കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ്. അപ്പോൾ എപ്പോഴും അതിന് നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണം. പേഴ്സണലി നമുക്ക് ഒത്തിരി ഇഷ്യൂസ് കാര്യങ്ങൾ വരാം, ഒത്തിരി തിരക്കുകൾ വരാം. പക്ഷേ അത്യാവശ്യം മാറ്റിവെക്കേണ്ട തിരക്കുകളാണെങ്കിൽ മാറ്റിവെച്ചതിന് ശേഷം നമ്മുടെ ആവശ്യമാണ്. കാരണം നമ്മളൊന്നുമല്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കണമെങ്കിൽ നമ്മളും എഫേർട്ട് ഇടണം, ഇല്ലേ? ഇപ്പോൾ ഒത്തിരി സ്റ്റാർട്ട് ചെയ്തിട്ട് 4-5 വർഷം കൊണ്ടൊക്കെ വളർന്ന ഒത്തിരി ബിസിനസ്സുകൾ നമ്മുടെ മുമ്പിൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾസ്, അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഉറക്കളച്ചിട്ടായിരിക്കും. അതൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചെയ്യുന്ന ബിസിനസ്സിൽ ആത്മാർത്ഥത കാണിച്ച് അത് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, എഫേർട്ട് ഇട്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
ഓക്കെ, അങ്ങനെ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അതിൽ വരുത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവൻ ഒരു ജ്വല്ലറി ഷോപ്പാണെങ്കിൽ, ഇപ്പോൾ ഫാൻസി ജ്വല്ലറിയുടെ ഷോപ്പാണെങ്കിൽ പോലും, ഫാൻസി സ്റ്റോർ ആണെങ്കിൽ പോലും ലേറ്റസ്റ്റ് ട്രെൻഡ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അത് കൊണ്ട് ഇരിക്കുന്നതുകൊണ്ടൊരു ഉപകാരമില്ല. അപ്പോൾ അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തൊക്കെ അഡാപ്റ്റേഷൻസ്, എന്തൊക്കെ അപ്ഡേഷൻസ് അതിൽ വരുത്തണോ അതെല്ലാം നിങ്ങളതിൽ വരുത്തുക. ഓക്കെ, താങ്ക് യു.